തൃശൂരിലെയും നാട്ടികയിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPI ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കമ്മിറ്റിയിലും അഭിപ്രായ ഭിന്നത. ഇരു മണ്ഡലങ്ങളുമായി നടന്ന യോഗങ്ങളിൽ 10 പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. തൃശൂർ മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച VS സുനിൽകുമാറിനെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തഴഞ്ഞു. 3 തവണ സുനിൽകുമാർ നിയമസഭയിലേക്ക് മത്സരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് എതിർപ്പ്. അതേസമയം തൃശൂരിലേക്ക് 3 പേരെ ജില്ലാ എക്സിക്യൂട്ടീവ് അധികമായി നിർദ്ദേശിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EM സതീശൻ, ഷീല വിജയകുമാർ, പ്രദീപ് കുമാർ തുടങ്ങിയ പേരുകളാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. സിറ്റിംഗ് MLA P. ബാലചന്ദ്രനെ ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലിലും തഴഞ്ഞു. നാട്ടിക MLA CC മുകുന്ദനെതിരെ ഇന്നലെ നടന്ന ജില്ലാ കൗൺസിലിലും വിമർശനം ഉയർന്നിരുന്നു. മുകുന്ദന് പുറമെ നാട്ടികയിൽ നിന്ന് ജില്ലാ കൗൺസിലിൽ 4 പേരുകളാണ് നിർദ്ദേശമായി ഉയർന്നത്. അതേസമയം സംഘടനാ രീതി മറികടന്ന മന്ത്രി K. രാജനെ മത്സരിപ്പിക്കണമെന്ന ജില്ലാ എക്സിക്യൂട്ടീവ് ആവശ്യം ഉയർന്നു. എന്നാൽ 2 തവണ മത്സരിച്ച് വിജയിച്ചവരുടെ പേരുകൾ മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ വീണ്ടും നിർദ്ദേശിക്കേണ്ടതില്ല എന്നായിരുന്നു സ്റ്റേറ്റ് സെന്റർ നിർദ്ദേശം. VS സുനിൽകുമാറിന്റെയും ഗീതാ ഗോപിയുടെയും പേരുകൾ മണ്ഡലം കമ്മിറ്റികൾ നിർദ്ദേശിച്ചതും സ്റ്റേറ്റ് സെന്ററിനെ അറിയിക്കും. ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും പൂർത്തിയായതോടെ ജില്ലയിൽ CPI മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിലായി 20 പേരുകളാണ് ഉയർന്നത്.